സ്റ്റുഡൻസ്, +2 സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഏത് പഠന മേഖലയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടാലാണ് അവർക്ക് മാക്സിമം അവർക്ക് എത്താവുന്ന ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്താൻ പറ്റുക, ഓരോരുത്തരുടെയും പാഷൻ അനുസരിച്ച് ഏത് മേഖല സെലക്ട് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം നമുക്ക് കരിയർ ജാലകത്തിലൂടെ കിട്ടുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള എംപ്ലോയ്മെൻറ്റ് വകുപ്പിലെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം സംസ്ഥാന നൈപുണ്യ വികസന മിഷനായിട്ടുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിൻ്റെ സഹകരണത്തോടെ വിവിധ തലത്തിലുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി തയ്യാറാക്കിയ പ്രസിദ്ധീകരണമാണ് കരിയർ ജാലകം. ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ വിവിധ തലത്തിലുള്ള ഉന്നത പഠന സാധ്യതകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, സ്കോളർഷിപ്പുകൾ ഇതൊക്കെ ഏതെല്ലാമാണെന്നുള്ള കൃത്യമായ വിവരം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏതെല്ലാം വിഭാഗങ്ങളാണ്, എന്തൊക്കെയാണ് അവരുടെ കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അവരുടെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മെഡിക്കൽ രംഗത്ത് ഏതെല്ലാം പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകളാണുള്ളതെന്നും ഏതെല്ലാം മെഡിക്കൽ കോളേജുകളിലാണ് ആ പ്രോഗ്രാമുകൾ അവൈലബിൾ ആയിട്ടുള്ളതും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. MBBS ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചലർ ഓഫ് സർജറി എന്നുള്ളതാണ് 5.5 വർഷത്തെ കോഴ്സാണ്. BDS ബാച്ചലർ ഓഫ് ഡെൻ്റൽ സർജറി 5 വർഷത്തെ കോഴ്സാണ്. BAMS 5.5 വർഷത്തെ കോഴ്സാണ്, ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. BSMS ബാച്ചലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി 5.5 വർഷം. BNYS ബാച്ചലർ ഓഫ് ന്യൂട്രോപ്പതി ആൻഡ് യോഗിക് സയൻസസ് 5 വർഷമാണ്. BHMS ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി 5.5 വർഷമാണ്. BUMS ബാച്ചലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി 5.5 വർഷത്തെ കോഴ്സാണ്. BSc നഴ്സിംഗ് ബാച്ചലർ ഓഫ് സയൻസ് നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സാണ്. BOptom ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി 4 വർഷത്തെ കോഴ്സാണ്. BOT ബാച്ചലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി 4 വർഷത്തെ കോഴ്സാണ്. BPT ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി 4.5 വർഷത്തെ കോഴ്സാണ്. BSc ട്രോമ കെയർ മാനേജ്മെൻറ്റ് 4 വർഷത്തെ കോഴ്സാണ്, ബാച്ചലർ ഓഫ് സയൻസ് ട്രോമ കെയർ മാനേജ്മെൻറ്റ്. ദെൻ BPharm ബാച്ചലർ ഓഫ് ഫാർമസി 4 വർഷത്തെ കോഴ്സാണ്. PharmD ഡോക്ടർ ഓഫ് ഫാർമസി 6 വർഷത്തെ കോഴ്സാണ്. BPharm ആയുർവേദിക് ബാച്ചലർ ഓഫ് ഫാർമസി ആയുർവേദ 4 വർഷത്തെ കോഴ്സാണ്. BSc അഗ്രികൾച്ചർ ബാച്ചലർ ഓഫ് സയൻസ് അഗ്രികൾച്ചർ 4 വർഷത്തെ കോഴ്സാണ്. BSc സെറികൾച്ചർ 4 വർഷത്തെ കോഴ്സാണ്. BVSc 4 വർഷം. ദെൻ BFSc 4 വർഷത്തെ കോഴ്സാണ്. ഇതിൻ്റെയൊക്കെ കരിയർ ഓപ്ഷൻസ് നോക്കുമ്പോൾ സിവിൽ സർവീസ്, കേന്ദ്ര സംസ്ഥാന മെഡിക്കൽ സർവീസ്, സ്വകാര്യ ആശുപത്രി, ക്ലിനിക്ക്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനി, അതുപോലെ ഗവേഷണം, ഉയർന്ന പഠനം എന്നീ മേഖലയിലേക്കൊക്കെ തിരിയാവുന്നതാണ്. ഇനി സ്ഥാപനങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എയിംസ്. ന്യൂഡൽഹി, ഭോപ്പാൽ, ഭുവനേശ്വർ, ജോധ്പൂർ, പാറ്റ്ന, റായ്പൂർ, ഋഷികേശ്, ഗുണ്ടൂർ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ, നാഗ്പൂർ മഹാരാഷ്ട്ര. പ്രവേശന പരീക്ഷ വഴിയാണ് പ്രവേശനം ലഭിക്കുന്നത്. പ്രവേശന പരീക്ഷ മൾട്ടിപ്പിൾ മാതൃകയിലുള്ള 200 ചോദ്യങ്ങൾ, +2 സയൻസ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ പഠിച്ച് 60% മാർക്ക് വാങ്ങിയിരിക്കണം. SC ST PWBD പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആണ് PWBD എന്നീ വിഭാഗക്കാർക്ക് 50% മാർക്ക് മാത്രം മതി. www.aimexams.org എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ജിപ്മർ, പുതുച്ചേരി. എയിംസ് പോലെ തന്നെ നീറ്റ് UGയുടെ പരിധിയിൽപ്പെടാത്ത മറ്റൊരു സ്ഥാപനമാണ് ജിപ്മർ. 2019-20 വർഷം MBBS പ്രവേശനം ഇവിടെ നേടുന്ന വിദ്യാർത്ഥികൾ പ്രതിവർഷം ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് 1400 രൂപ മാത്രമാണ്. പ്രവേശന പരീക്ഷ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് അയക്കേണ്ടത്. www.jipmar.puducherry.government.in www.jipmar.edu.in ഈ 2 വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.
ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ. പ്രവേശനത്തിന് താല്പര്യമുള്ളവർ നീറ്റ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഓപ്ഷൻ സ്വീകരിക്കുന്ന വേളയിൽ രജിസ്റ്റർ ചെയ്ത താല്പര്യം അറിയിക്കണം. തുടർന്നുള്ള തെരഞ്ഞെടുപ്പ്, ഷോർട്ട് ലിസ്റ്റ് എന്നിവ AFMC ആണ് നടത്തുന്നത്. നീറ്റ് സ്കോറിനോടൊപ്പം AFMC നടത്തുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ലഭിക്കുന്ന മാർക്ക്, ഇൻ്റർവ്യൂവിൽ ലഭിക്കുന്ന മാർക്ക് എന്നിവ പരിഗണിച്ചാണ് AFMC പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുക. www.afmc.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, വെല്ലൂർ, ലുധിയാന. അഡ്മിഷൻ പ്രൊസീജിയർ നീറ്റ് എക്സാം വഴിയാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ്, അതാണ് നീറ്റ് UG എന്നുള്ള എക്സാം. അഡ്മിഷൻ പ്രൊസീജിയർ നീറ്റ് UG എക്സാം വഴിയാണ്. എന്താണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് നീറ്റ് എന്നുള്ളത് നോക്കാം. എയിംസ്, ജിപ്മർ എന്നിവയൊഴികെ MBBS, BDS പ്രവേശനം തേടുന്നവർ നീറ്റ് UG യോഗ്യത നേടേണ്ടതുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ MBBS, BDS കോഴ്സുകളിലേക്കാണ് നീറ്റ് പരീക്ഷ പരിഗണിക്കുക. കേരളത്തിൽ MBBS, BDS കോഴ്സുകൾക്ക് പുറമെ BAMS, BHMS, BUMS, BSMS, BVSC, BSc അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി തുടങ്ങിയ കോഴ്സുകളിലേക്ക് നീറ്റ് തന്നെയാണ് മാനദണ്ഡമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. www.ntaneet.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ICAR പൊതുപ്രവേശന പരീക്ഷയിലൂടെയാണ് പ്രവേശനം നടത്തുന്നത്. സയൻസ് വിഷയത്തിൽ +2 പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. 4 വർഷമാണ് കോഴ്സ് കാലാവധി. കേരള കാർഷിക സർവകലാശാലയിലടക്കം ഇന്ത്യയിൽ നിരവധി സ്ഥാപനങ്ങളിൽ BSc അഗ്രികൾച്ചർ കോഴ്സ് നടത്തുന്നുണ്ട്. ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ AIEEA-2 UG. Indian Council of Agricultural Research conducts all India entrance examination for admission of 15% of seats in state agricultural universities and all seats of Central Agricultural University, Imphal, NDRI Karnal, Banaras Hindu University, Vishwabharati University and Nagaland University. Courses offered in subjects of agriculture, horticulture, agricultural engineering, dairy tech, biotech, forestry, food science, fisheries science, home science, sericulture, agricultural marketing, banking, cooperation and commercial agriculture and business management. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷൻ വഴിയാണ് വിവിധ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിലേക്കും സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിലേക്കും പ്രവേശനം ലഭിക്കുന്നത്. ഇവിടെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്, ബയോടെക്, ഫോറസ്ട്രി, ഫുഡ് സയൻസ്, ഫിഷറീസ് സയൻസ്, അതുപോലെ തന്നെ ഹോം സയൻസ്, സെറികൾച്ചർ, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ വിവിധ കോഴ്സുകൾ നിലവിലുണ്ട്. www.icar.org.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അവിടെ നടത്തുന്ന കോഴ്സുകൾ BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ 4 വർഷത്തെ കോഴ്സാണ്. BSc ഹോണേഴ്സ് ഇൻ ഫോറസ്ട്രി 4 വർഷത്തെ കോഴ്സാണ്. BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സാണ്. BTech ഫുഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി 4 വർഷം. BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 4 വർഷം. BSc MSc ഇൻ്റഗ്രേറ്റഡ് ക്ലൈമാറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ 5 വർഷത്തെ കോഴ്സാണ്. BSc MSc ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി 5 വർഷത്തെ കോഴ്സാണ്. BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇതെല്ലാം കീം, നീറ്റ് എന്നീ എക്സാമുകൾ വഴിയാണ് പ്രവേശനം ലഭിക്കുന്നത്. BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc MSc ഇൻ്റഗ്രേറ്റഡ് ക്ലൈമാറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ, BSc MSc ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി ആണ്. ഇവയിലേക്കെല്ലാം KAU നടത്തുന്ന എൻട്രൻസ് എക്സാം വഴിയാണ് പ്രവേശനം ലഭിക്കുന്നത്. ഇതിൻ്റെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ സിവിൽ സർവീസ്, ISRO,
ബാങ്ക് ഇൻഷുറൻസ് കമ്പനികൾ, കേന്ദ്ര സംസ്ഥാന സർവീസ്, അഗ്രികൾച്ചർ ഓഫീസർ, ഫാം മാനേജർ, അധ്യാപനം, ഗവേഷണം, കാലാവസ്ഥാ നിരീക്ഷണം തുടങ്ങിയ മേഖലയിൽ ധാരാളം അവസരങ്ങൾ ലഭ്യമാണ്. ഇനി കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി, ഇവിടെ നടത്തുന്ന കോഴ്സുകൾ BVSc ആൻഡ് AH 4 വർഷത്തെ കോഴ്സാണ്. ഇതിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് കീം, നീറ്റ് എന്നീ എക്സാം വഴിയാണ്. BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി 4 വർഷത്തെ കോഴ്സാണ്. കീമോർ നീറ്റ് എക്സാം വഴിയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. കീമോർ നീറ്റ് എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. BSc പൊല്യൂട്ടറി പ്രൊഡക്ഷൻ ബിസിനസ് മാനേജ്മെൻറ്റ് 4 വർഷത്തെ കോഴ്സാണ്. BSc പൊല്യൂട്ടറി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് 4 വർഷത്തെ കോഴ്സാണ്. ഇതിലേക്ക് അഡ്മിഷൻ നടക്കുന്നതും കീമോ, നീറ്റോ വഴിയാണ്. വെറ്റിനറി ഡോക്ടർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നീ മേഖലയിലേക്കാണ് ഇവരുടെ ഉദ്യോഗ സാധ്യതകളുള്ളത്. ഇനി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, ഇവിടെ നടത്തുന്ന കോഴ്സുകൾ BFSc ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് 4 വർഷത്തെ കോഴ്സ്. കീമിൻ്റെയോ നീറ്റിൻ്റെയോ ബേസിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. BTech ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി 4 വർഷത്തെ കോഴ്സാണ്. കീം എക്സാമിൻ്റെ റിസൾട്ടിനനുസരിച്ചാണ് അഡ്മിഷൻ നടക്കുന്നത്. www.kufos.ac.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് CIF-NET കൊച്ചി, ചെന്നൈ ആൻഡ് വിശാഖപട്ടണം. കോഴ്സസ് ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ്, ഡ്യൂറേഷൻ 4 വർഷം. കോമൺ എൻട്രൻസ് ടെസ്റ്റിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ അക്കാദമിക് മെറിറ്റും ഇൻ്റർവ്യൂവും അതിൻ്റെ മാർക്കുകളും പരിഗണിക്കുന്നതാണ്. ഗവൺമെൻറ് ലബോറട്ടറീസ്, ഫിഷ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്, എക്സ്പോർട്ട് യൂണിറ്റ്സ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്ക് എന്നീ മേഖലയിൽ ഉദ്യോഗ സാധ്യതകളുള്ളതാണ്. വെബ്സൈറ്റ് www.cifnet.nic.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, കോഴ്സസ് BSc ഹോണേഴ്സ് ഇൻ മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് 3 വർഷത്തെ കോഴ്സാണ്. കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. BSc ഹോണേഴ്സ് ഇൻ മാത്സ് ആൻഡ് ഫിസിക്സ് 3 വർഷത്തെ കോഴ്സാണ്. കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഗണിതശാസ്ത്ര ഗവേഷണ രംഗത്തെ അത്യുന്നത കേന്ദ്രമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. മെയ് മാസം ദേശീയ തലത്തിൽ നടത്തുന്ന പ്രവേശന പരീക്ഷയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുന്നത്. കേരളത്തിലെ കോഴിക്കോടും തിരുവനന്തപുരത്തും പ്രവേശന പരീക്ഷാ കേന്ദ്രങ്ങളാണ്. തുടർ പഠനവും ഗവേഷണവും ആഗ്രഹിക്കാത്തവർക്ക് മികച്ച കമ്പനികളിൽ ഉന്നത നിലയിൽ ജോലി ചെയ്യാനും ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, കോഴ്സസ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് 3 വർഷത്തെ കോഴ്സാണ്. എൻട്രൻസ് എക്സാമിനേഷനിലൂടെയാണ് പ്രവേശനം ലഭിക്കുന്നത്. BSc മാത്സ് 3 വർഷത്തെ കോഴ്സാണ്. എൻട്രൻസ് എക്സാമിലൂടെയാണ് പ്രവേശനം ലഭിക്കുന്നത്. ഇതിൻ്റെ ജോലി സാധ്യതകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഡാറ്റ അനലിസ്റ്റ്, HR മാനേജർ, റിസർച്ച് അസിസ്റ്റൻറ്റ്, ആക്ടോറിയൽ അനലിസ്റ്റ് എന്നീ മേഖലയിലേക്കാണ് ഉദ്യോഗ സാധ്യതകളുള്ളത്. www.isical.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന പഠന മേഖലയാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. മാനേജർ മുതൽ വൻകിട കമ്പനികളുടെ മേധാവി വരെ ആകാൻ അവസരമുണ്ട്. കേരളത്തിനകത്തും പുറത്തും അനേകം സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റിൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. എന്നാൽ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്കാണ് മുൻനിര കമ്പനികളിൽ ജോലി ലഭിക്കുന്നത്. BBA, BMS, BBS, BBM, BMM, BBM, BFT ഇങ്ങനെയുള്ള കോഴ്സുകളാണ് നടത്തുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. വിവിധ യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഈ കോഴ്സുകൾ നടത്തുന്നുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് KITTS, ഇവിടെ നടത്തുന്ന കോഴ്സ് BBA ടൂറിസം മാനേജ്മെൻറ്റ് 3 വർഷത്തെ കോഴ്സാണ്. +2-ന് 45% മാർക്കുള്ള കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. www.kitts.edu.org എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. CUET ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ www.christuniversityin, ഇവിടെ നടത്തുന്ന കോഴ്സുകൾ BBA, BMS, BBS,
BBM, BMM, BBM 3 വർഷത്തെ കോഴ്സുകളാണ്. ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ അണ്ടർ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ്, UGAT എക്സാം വഴിയാണ്. ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ BBA, BCA, BHM, BFT അതായത് ബാച്ചിലർ ഓഫ് ഫോറിൻ ട്രേഡ്, BSc IT, ഇൻ്റഗ്രേറ്റഡ് MBA എന്നീ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നടത്തുന്ന പരീക്ഷയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. +2 പരീക്ഷ വിജയിച്ചവർക്കും ഫൈനൽ എഴുതുന്നവർക്കും ഈ ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റും. ഇത് www.aima.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാംസ്, IIM ഇൻഡോർ ഇവിടെ നടത്തുന്ന കോഴ്സുകൾ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം IPM 5 വർഷത്തെ കോഴ്സാണ്. അഡ്മിഷൻ പ്രൊസീജിയർ അണ്ടർ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ്, UGAT. IIT ഖരഗ്പൂർ ഇൻ്റഗ്രേറ്റഡ് BTech വിത്ത് MBA 5 വർഷത്തെ കോഴ്സാണ്, JEE വഴിയാണ് നിയമനം. യൂണിവേഴ്സിറ്റി ഓഫ് ലക്നൗ ബാദഷാബാഗ് ഇൻ്റഗ്രേറ്റഡ് MBA 5 വർഷത്തെ കോഴ്സാണ്, +2 സയൻസിൻ്റെ മാർക്ക് വഴിയാണ് നിയമനം. കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി ഹരിയാന ഇൻ്റഗ്രേറ്റഡ് MBA 5 വർഷത്തെ കോഴ്സാണ്, +2 വിത്ത് 50% ഓഫ് മാർക്ക്. വെലോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി യൂണിവേഴ്സിറ്റി വെലോർ ഇൻ്റഗ്രേറ്റഡ് MBA 5 വർഷത്തെ കോഴ്സാണ്, +2 മാർക്ക് GD പേഴ്സണൽ ഇൻ്റർവ്യൂ അതുവഴിയാണ് നിയമനം. ഈ ഒരു പ്രൊസീജിയറിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. നാസി മോൻജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് MGT ആൻഡ് ഹയർ സ്റ്റഡീസ് ഡീംഡ് യൂണിവേഴ്സിറ്റി മുംബൈ മഹാരാഷ്ട്ര ഇൻ്റഗ്രേറ്റഡ് MBA ടെക്നോളജി 5 വർഷത്തെ കോഴ്സാണ്, +2 സയൻസ് വിത്ത് 50% ഓഫ് മാർക്കാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇനി ഡിസൈൻ മേഖലയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT ഫാഷൻ രംഗത്ത് ശാസ്ത്രീയ പരിശീലനം നൽകുന്ന രാജ്യത്തെ മുൻനിര സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അഥവാ NIFT. ഫാഷൻ രംഗത്ത് സ്വന്തം സിദ്ധികളും വൈഭവങ്ങളും കൊണ്ട് വിസ്മയങ്ങൾ വിരിയിച്ച് കരിയർ സൗഭാഗ്യത്തിൻ്റെ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളെ ശാസ്ത്രീയ സാമർഥ്യങ്ങൾ ശീലിപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠ സ്ഥാപനമാണ് NIFT എന്ന് പറഞ്ഞാൽ. കണ്ണൂരിലെ മങ്ങാട്ടുപറമ്പിൽ ഒരു NIFT കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററുകൾ ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ചെന്നൈ, ഗാന്ധിനഗർ, ഹൈദരാബാദ്, ജോധ്പൂർ, കംഗ്ര, കണ്ണൂർ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, പാറ്റ്ന, റായ്ബറേലി, ഷില്ലോങ് എന്നീ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. www.nif.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. NIFTൽ നടത്തുന്ന കോഴ്സസ് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂർ ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി അപ്പാരൽ പ്രൊഡക്ഷൻ കണ്ണൂരാണ് ഈ ഒരു കോഴ്സ് നടക്കുന്നത്. BDes ഇൻ ആക്സസറി ഡിസൈൻ, BDes ഇൻ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, BDes ഇൻ ഫാഷൻ ഡിസൈൻ കണ്ണൂർ, then BDes in fashion design, BDes in knitwear design, BDes in leather design, BDes in textile design. ഈ കോഴ്സുകളുടെ എല്ലാം തന്നെ ഡ്യൂറേഷന് 4 വർഷത്തെ ഡ്യൂറേഷനാണ്. NIFT നടത്തുന്ന എൻട്രൻസ് എക്സാം വഴിയാണ് നിയമനം. www.nif.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി സ്കൂൾ ഓഫ് ഫാഷൻ ടെക്നോളജി പൂനെ www.softpune.com ഇതും ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനമാണ്. പേൾ അക്കാദമി ന്യൂഡൽഹി www.pearlacademy.com എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസ് നോയിഡ, ഫർസാറ്റ്ഗഞ്ച്, ചെന്നൈ, കൊൽക്കത്ത, റോട്ടക്, ചിന്ദ്വാര, ജോധ്പൂർ, ഗുണ, പാറ്റ്ന, ചണ്ഡീഗഡ്, ഹൈദരാബാദ്, അങ്കലേശ്വർ എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ശാഖകളുണ്ട്. www.fddiindia.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. UG പ്രോഗ്രാംസ് ആണ് BDes ഇൻ ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, BDes in leather goods and accessories design, BDes in fashion design, Bachelor of Business Administration course, BBA in retail and fashion merchandise. ഓൾ ഇന്ത്യ സെലക്ഷൻ ടെസ്റ്റ് വഴിയാണ് നിയമനം നടക്കുന്നത്. BBA in retail and fashion merchandise അത് മാത്രം 3 വർഷത്തെ കോഴ്സാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള കൊല്ലം
ബിടെക് ഇൻ ഫാഷൻ ടെക്നോളജി. ഡിസൈനിങ് എന്നത് ഒരു ഏറെ ഡിമാൻഡുള്ള കരിയർ മേഖലയാണ്. വസ്ത്രനിർമ്മാണ സ്ഥാപനങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, ചലച്ചിത്ര മേഖല, ജ്വല്ലറി മേഖല, ഫർണിച്ചർ ഡിസൈനിങ്, അപ്പാരൽ ഡിസൈനിങ്, ഫുഡ്വെയർ ഡിസൈനർമാരുടെ സേവനം ഇവയെല്ലാം തന്നെ ഒഴിച്ചുകൂടാനാവാത്തതാണ്. www.iftk.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ചാവറ, കൊല്ലം. പരമ്പരാഗത രീതിയും ആധുനിക രീതിയും സംയോജിപ്പിച്ച് ഡിസൈൻ മേഖലയിൽ സർഗശേഷിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന സ്ഥാപനം കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. KSID 5 സെമസ്റ്ററുകളായി 2.5 വർഷം ഇൻ്റഗ്രേറ്റഡ് ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് ഡിസൈൻ, ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ ഡിസൈൻ, ID ഇൻ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്നീ PG ഡിപ്ലോമ കോഴ്സുകളാണ് KSID നടത്തി വരുന്നത്. ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ AIEED, അഡ്മിഷൻ ഇൻ 4 years UG ലെവൽ പ്രോഗ്രാം, ഡിസൈൻ ഇൻ ബിഡസ്, ഇൻറ്റീരിയർ ഡിസൈൻ ഇൻ ബിഡസ്, ജ്വല്ലറി ഡിസൈൻ, ക്രാഫ്റ്റ് ആക്സസറി ഡിസൈൻ, ബാച്ചലർ ഓഫ് വിർച്വൽ ആർട്സ്, ബാച്ചലർ ഓഫ് അപ്ലൈഡ് ആർട്സ് ഇത്രയും കോഴ്സുകളാണ് അവിടെ നടത്തുന്നത്. www.aieed.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സൃഷ്ടി സ്കൂൾ, സിംബിയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, മൈറീസ് മിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇവയെല്ലാം തന്നെ ഡിസൈനിങ് മേഖലയിലുള്ള മറ്റ് സ്ഥാപനങ്ങളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നത പഠന കേന്ദ്രമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അഹമ്മദാബാദാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഗാന്ധിനഗർ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, വിജയവാഡ, ജോർഹട്ട്, കുരുക്ഷേത്ര എന്നിവിടങ്ങളിലെല്ലാം അതിൻ്റെ ശാഖകളുണ്ട്. www.nid.edu.in എന്ന വെബ്സൈറ്റ് വഴി ഇവിടേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ നടത്തുന്ന കോഴ്സുകൾ ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പ്രോഗ്രാം ഇൻ ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, സെറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈൻ, ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ, പ്രൊഡക്റ്റ് ഡിസൈൻ, ആനിമേഷൻ, ഫിലിം ഡിസൈൻ, എക്സിബിഷൻ ഡിസൈൻ, ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ, ഗ്രാഫിക് ഡിസൈൻ, അപ്പാരൽ ഡിസൈൻ ഇതൊക്കെയാണ് ഇവർ നടത്തുന്ന കോഴ്സുകൾ. 4 വർഷ കോഴ്സുകളാണ്. നാഷണൽ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ NED എന്ന എക്സാം വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഹോസ്പിറ്റാലിറ്റി കോഴ്സസ്. വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ഹോട്ടൽ ടൂറിസം മേഖലയിൽ വൻ അവസരങ്ങളുള്ളതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദത്തിന് തൊഴിൽ വിസ എന്ന വിളിപ്പേര് കൂടിയുണ്ട്. സമർപ്പണ ബുദ്ധിയും അധ്വാനശീലവുമുള്ള ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദധാരിക്ക് മനസ്സിനിടങ്ങിയ ജോലി 100% ഉറപ്പാണ്. ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി NCH-MCT. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ത്രിവത്സര ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE വഴിയാണ് പ്രവേശനം. മെയ് മാസത്തിലാണ് പ്രവേശന പരീക്ഷ. തിരുവനന്തപുരം പരീക്ഷാ കേന്ദ്രമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹൈദരാബാദ്. ഇവിടെ നടത്തുന്ന കോഴ്സുകൾ BBA ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി 4 വർഷത്തെ കോഴ്സാണ്. +2 വിത്ത് 50% ഓഫ് മാർക്സ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ 3 വർഷത്തെ കോഴ്സാണ്. JEE, NCH-MCT എന്നിവ വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. www.nchm.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിൽ ഇതിൻ്റെ 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോവളം, തിരുവനന്തപുരം. ദെൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, കോഴിക്കോട്. BSc പ്രോഗ്രാംസ് ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനാണ് അവർ നടത്തുന്ന കോഴ്സ്. 3 വർഷത്തെ കോഴ്സാണ്. JEE, NCH-MCT എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഗ്വാളിയോർ. BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ 3 വർഷത്തെ കോഴ്സാണ്. JEE, NCH-MCT എന്ന എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെയും കീഴിൽ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല നടത്തുന്ന BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കുലിനറി ആർട്സ് ഹോട്ടലുകളിൽ ഷെഫ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അഭികാമ്യമാണ്. BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ്, ബാച്ചലർ ഓഫ്
ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്കും പ്രവേശനം നേടാവുന്നതാണ്. എയർലൈൻസ്, ഷിപ്പിംഗ്, റെയിൽവേ കാറ്ററിംഗ്, ഹോസ്പിറ്റൽ, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റ്സ്, റെസ്റ്റോറൻറ്റ്, മാൾസ്, ട്രാവൽ ഏജൻസീസ്, ടൂർ ഓപ്പറേഷൻ കമ്പനീസ്, ഹോട്ടൽസ്, സ്പോർട്സ് ഓർഗനൈസേഷൻസ്, റിസോർട്ട്സ്, മ്യൂസിയം ആൻഡ് കൾച്ചറൽ വെന്യൂസ്, കാറ്ററിംഗ് കമ്പനീസ് എന്നിവിടങ്ങളിലെല്ലാം ഉദ്യോഗ സാധ്യതകൾ ലഭ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്നോളജി, കണ്ണൂർ, സേലം, ഗുവാഹത്തി, ജോധ്പൂർ, വാരണാസി, ഫുലിയ വെസ്റ്റ് ബംഗാൾ, ചമ്പ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ശാഖകളുണ്ട്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു കേന്ദ്രമുണ്ട്. ഇവിടെ നടത്തുന്ന കോഴ്സ് ബിടെക് ആണ്. 4 വർഷത്തെ കോഴ്സാണ്. JEE മെയിൻസ് എക്സാം വഴിയാണ് നിയമനം നടക്കുന്നത്. BSc ഡിഗ്രി ഇൻ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, എയറോനോട്ടിക്കൽ, എയറോസ്പേസ്, ഓട്ടോമൊബൈൽ, ബയോകെമിക്കൽ, ബയോമെഡിക്കൽ, ബയോടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി, സെറാമിക് ടെക്നോളജി, ഡയറി, ഫുഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇറിഗേഷൻ, ലെതർ, മാനുഫാക്ചറിംഗ് സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മറൈൻ മെറ്റീരിയൽ സയൻസസ്, മെറ്റലർജി, മൈനിങ്, ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചർ, പെട്രോകെമിക്കൽ, പെട്രോളിയം, pharmaceutical, power, printing, production, pulp and paper, telecommunication, textiles, etc. in the various universities and institutions. ഇത്തരം കോഴ്സുകളെല്ലാം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. BSc എൻട്രൻസ് എക്സാമുകളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് NISER, ഭുവനേശ്വർ ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇവിടെ നടത്തുന്ന പ്രോഗ്രാംസ് ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജി, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ കെമിസ്ട്രി, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ മാത്തമാറ്റിക്സ്, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ്. ഇനി ഔട്ടാറ്റ് എൻട്രൻസ് എക്സാം, OUAT എൻട്രൻസ് എക്സാം, ഒറീസ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, www.ouat.nic.in എന്ന വെബ്സൈറ്റ് വഴി ഇതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. ഇവിടെ നടത്തുന്ന പ്രോഗ്രാംസ് ആണ് അഗ്രികൾച്ചർ, BSc ഇൻ അഗ്രികൾച്ചർ, BSc ഇൻ ഫോറസ്ട്രി, BSc ഇൻ ഹോർട്ടിക്കൾച്ചർ, BSc ഇൻ ഹോം സയൻസ്, BSc ടെക് അഗ്രികൾച്ചർ ആൻഡ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്നീ പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത്. ഇനി IISER എൻട്രൻസ് എക്സാം, ഇതിൻ്റെ അതോറിറ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്. BSc MSc ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ICAR AIEEA ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പ്രോഗ്രാംസ് UG ആൻഡ് PG ഡിഗ്രി പ്രോഗ്രാംസ് ആണ്. www.icar.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. www.cgvyapam.choice.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഛത്തീസ്ഗഡ് പ്രൊഫഷണൽ എക്സാമിനേഷൻ ബോർഡാണ് ഇതിൻ്റെ അതോറിറ്റി. ഇവർ നടത്തുന്ന പ്രോഗ്രാംസ് ഓൾ സയൻസ് കോഴ്സസ്, എല്ലാ സയൻസ് കോഴ്സുകളും നടത്തുന്നുണ്ട്. ദെൻ GSAT, ഗിതം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, www.githam.edu എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. ഇവിടെ നടത്തുന്ന പ്രോഗ്രാംസ് ഓൾ BSc ആൻഡ് BCA കോഴ്സസ്. സിസ്റ്റം അനലിസ്റ്റ് ഇൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, കൺസൾട്ടൻറ്റ് ഇൻ സോഫ്റ്റ്വെയർ ഫേംസ്, സ്റ്റാർട്ട് ഓൺ വെൻഡ്വർ, ഇതിനൊക്കെ ഈ ഒരു വിഭാഗത്തിലൂടെയുള്ള പഠനം ഈ മേഖലയിലേക്കൊക്കെ തിരിച്ചുവിടാൻ കഴിയും. സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരള, കർണാടക, തമിഴ്നാട്, സൗത്ത് ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ആസാം യൂണിവേഴ്സിറ്റി, ഡോക്ടർ BR അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഇപ്പോൾ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേന്ദ്ര സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉൾപ്പെടെ കേന്ദ്ര സർവകലാശാലയിലേക്ക് നടത്തുന്ന ഒരു ഒറ്റ പ്രവേശന പരീക്ഷയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ ടെസ്റ്റ്. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയ്ക്ക് തിരുവനന്തപുരത്തും തിരുവല്ലയിലുമായി 2 ഉപകേന്ദ്രങ്ങളുണ്ട്. ഫെബ്രുവരിയിലാണ് സാധാരണ അപേക്ഷ ക്ഷണിക്കാറുള്ളത്. വിശദവിവരങ്ങൾക്ക് www.cucetexam.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ നടത്തുന്ന കോഴ്സസ് BA, BSc, BVoc, BBA, BTech
ഇൻ്റഗ്രേറ്റഡ് BSc BEd, ഇൻ്റഗ്രേറ്റഡ് BA BEd BA LLB, ഇൻ്റഗ്രേറ്റഡ് MA MSc MTech. ഈ കോഴ്സുകൾക്കൊക്കെ 3 മുതൽ 5 വർഷം വരെയാണ് ഡ്യൂറേഷൻ. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ ട്രസ്റ്റ് വഴി അഥവാ CUCET വഴിയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അലിഗഡ് മലപ്പുറം കേന്ദ്രം രാജ്യത്തെ തന്നെ പ്രശസ്ത കേന്ദ്ര സർവകലാശാലയിലൊന്നായിട്ടുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു കേന്ദ്രം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അലിഗഡിലെ നിയമപഠനം പൂർത്തിയാക്കുന്നവർക്ക് സുപ്രീം കോടതിയിൽ അടുത്ത അവസാന വർഷ ഇന്റേൺഷിപ്പിന് അവസരമുണ്ട്. അഖിലേന്ത്യാ തലത്തിലുള്ള പ്രവേശന പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം ലഭിക്കുന്നത്. പരീക്ഷാ കേന്ദ്രം മലപ്പുറത്ത് തന്നെയാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.